വെള്ളിയാഴ്ച പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകളെ പറ്റി ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച എവിടെയായിരുന്നു നമ്മൾ ജുമയ്ക്ക് പങ്കെടുത്തത്? ആ വെള്ളിയാഴ്ചത്തെ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ ഇമാം പള്ളിയുടെ മിഹ്റാബിൽ വെച്ച് അയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചിന്തിച്ചില്ലേ നിങ്ങൾ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഖുർആന്റെ അധ്യാപനമാണ്, ഖുർആന്റെ പ്രേരണയാണ്. ആകാശത്തിലേക്ക് മനുഷ്യൻ നോക്കുന്നില്ലേ? പർവ്വതങ്ങളെപ്പറ്റി മനുഷ്യൻ അന്വേഷിക്കുന്നില്ലേ? ഒട്ടകങ്ങളെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ? അവലം യറൗ ഇലത്വയ്രി സ്വാഫാത്തിൻ. പക്ഷികളെപ്പറ്റി മനുഷ്യൻ ആലോചിക്കുന്നില്ലേ? ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ പക്ഷികളെപ്പറ്റിയുള്ള അന്വേഷണത്തിന് ഒരു സഹോദരൻ പുറപ്പെടുകയാണ്. പക്ഷികൾ ആകാശത്തുകൂടെ പറന്ന് എന്തെല്ലാമാണ് നേടുന്നത്? ഈ പക്ഷികളെക്കാൾ ഉയരത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയില്ലേ? ഒരു ചിന്ത, ഒരു അന്വേഷണം. ആ അന്വേഷണത്തിന്റെ ഫലമായി ലോകത്ത് രൂപപ്പെട്ട ഉപകരണമാണ് ഫ്ലൈറ്റ്. ഇവിടെ അടുത്തല്ലേ കരിപ്പൂർ? വിദേശത്ത് പോകാൻ വളരെ സൗകര്യമുള്ള സ്ഥലമാണ്. കരിപ്പൂരിൽ നിന്ന് ചിറകുള്ള വിമാനം ആകാശത്തുകൂടെ പറക്കുമ്പോൾ ആ വിമാനം ഇവിടെ ഉണ്ടാകുവാൻ, അത് കണ്ടുപിടിക്കുവാൻ മനുഷ്യന്, ശാസ്ത്രകാരന് പ്രേരണ നൽകിയ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ മുൽക്ക്, തബാറക്ക, മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ പാരായണം ചെയ്യൽ വളരെ മഹത്വമുള്ള അധ്യായം. ഖബറിൽ അദാബ് ഉണ്ടാവുകയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ തബാറക്ക സൂറത്തിൽ നോക്കിയാൽ കാണാം, പക്ഷികളെ പറ്റി മനുഷ്യൻ പഠിക്കുന്നില്ലേ? ആ പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത്? അതിന്റെ ബാലൻസ് എങ്ങനെയാണ് ക്രമപ്പെടുത്തിയത്? ശാസ്ത്രം ചിന്തിച്ചു. 1903 റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത് ഈ വിശുദ്ധ വചനത്തിന്റെ പ്രേരണ കൊണ്ടാണ് എങ്കിൽ ചിന്തിക്കുന്ന ജനവിഭാഗത്തെ സന്തോഷിപ്പിക്കുവാനും അവരെ സംതൃപ്തരാക്കുവാനുമുള്ള വക വിശുദ്ധ വേദഗ്രന്ഥത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരൻ, അവൻ രാവിലെ എഴുന്നേറ്റു, അവന് വൈകുന്നേരം വരെ ഒരു ചെറിയ ജോലിയുണ്ട്, ഒരു ഓട്ടോറിക്ഷ, അതുമായിട്ട് കെട്ടിമറിഞ്ഞിങ്ങനെ നടക്കുകയാണ്. വേറൊരു മനുഷ്യൻ, അയാൾ ചുമട്ടുകാരനാണ്. പിന്നെ ഒരു മനുഷ്യൻ, അയാളൊരു കണ്ടക്ടറാണ്. വേറെ ഒരാൾ, അയാളൊരു ഓഫീസിലെ അറ്റൻഡറാണ്. ഇത്തരം ആളുകൾക്ക് വലിയ വലിയ ഗവേഷണങ്ങളെ പറ്റിയൊന്നും അവരോട് പറയാതിരിക്കലാണ് നല്ലത്. അവരെ ചർച്ച ആകാശവും ഭൂമിയൊന്നുമല്ല. പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോ അരിയും ആവശ്യമുള്ള സാധനങ്ങളും അവിടെ എത്തിച്ചില്ല എങ്കിൽ ഭാര്യ ഇറങ്ങിപ്പോകും. ഭാര്യയ്ക്ക് പിന്നീട് ജീവനാംശം കൊടുക്കേണ്ടി വരും. അപകടമാണ്. അതുകൊണ്ട് ആഹാരത്തിന് വകണ്ടാക്കാനുള്ള പരിപാടി എവിടെയുണ്ട്? അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, അത് ഖുർആനിലേക്ക് നോക്കുകയാണ് അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഓ മനുഷ്യ, നീ വളരെ ഭക്തിയോടുകൂടി നീ ജീവിച്ചു കൊള്ളണം. നീ ചിന്തിക്കാനും പോകണ്ട. നീ ഒട്ടകവും ആകാശവും ഭൂമിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനല്ല നീ പോകേണ്ടത്. നിന്റെ ചിന്ത മാതൃകാപരമായി ജീവിച്ച മഹാന്മാരായ അമ്പിയാക്കൾ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അവരുടെ മാതൃക നീ കണ്ടുപിടിച്ച് അവരെ പിന്നാലെ നീ ജീവിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം നബിയും സ്വഹാബത്തും ഒരു മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ ആ സദസ്സിലേക്ക് ഒരാൾ കയറി വരുന്നു. അയാൾ കയറി വരുന്നതിന് മുൻപ് തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, യത്ലഉ ഇലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഈ സദസ്സിലേക്ക് സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി വരുന്നുണ്ട്. സ്വഹാബിമാരെ, സ്വർഗത്തിൽ കടക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ ഈ മജ്‌ലിസിലേക്ക് അടുത്ത സമയത്ത് വരുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. എല്ലാ മറഞ്ഞ കാര്യങ്ങളും അള്ളാഹു നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അറിയിച്ചതെല്ലാം നബിക്ക് അറിയും. ചിലത് അറിയിക്കുന്നില്ല എങ്കിൽ അറിയുകയുമില്ല. ആ സദസ്സിലേക്ക് ഒരാൾ വരുന്നു. അയാൾ സ്വർഗക്കാരനാണെന്ന് നബി പറഞ്ഞു. ആ മനുഷ്യൻ പെട്ടെന്നതാ കയറി വരുന്നു. അയാൾ അൻസാരിയാണ്, മദീനക്കാരനാണ്. അയാള് വരുന്ന സമയത്ത് അയാളുടെ ചെരുപ്പ് ഇടത്തെ കയ്യിലാണ്. റസൂലുള്ളാഹിയെ കണ്ടപ്പോൾ ആ മനുഷ്യൻ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു. എന്നിട്ട് ആ ചെരുപ്പ് കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ട് പിടിക്കുന്നു. കിതാബും മുസ്ഹഫും വലത്തെ കൈയിലും ചെരുപ്പ് ഇടത്തെ കൈയിലുമാണ് പിടിക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ മര്യാദ.
ആ ചെരുപ്പ് ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ ആ മജ്ലിസിന്റെ സമീപത്ത് വന്നു. ഭക്തിയോടെ സദസ്സിലേക്ക് കയറി. വുളൂ ചെയ്തിട്ടുണ്ടായിരുന്നു. താടിയുള്ള മനുഷ്യനാണ്. ആ ഹദീസിൽ ചർച്ച ചെയ്യുന്ന ചെരുപ്പും താടിയും. സഹോദരന്മാരോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 സുന്നത്താണ്. ചെരുപ്പ് അതിൽ ഇടത്തെ കൈ കൊണ്ടേ പിടിക്കാവൂ. താടി അതെല്ലാവർക്കും സുന്നത്താണ്. ആ മനുഷ്യൻ നേരെ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞു. നബി തങ്ങൾ സലാം മടക്കി. ആ സദസ്സിൽ അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ മജ്ലിസിലുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിക്ക് വലിയ സന്തോഷമായി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ. കാരണം ഈ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിതങ്ങൾ പ്രവചിച്ച ഒരു വ്യക്തി ഈ മജ്ലിസിൽ ഇരുന്നാൽ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം, അദ്ദേഹത്തെ എനിക്കൊന്ന് പരിചയപ്പെടണം, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എനിക്ക് പഠിക്കണം, എന്നിട്ട് സത്യത്തോട് സ്നേഹമുള്ളവനായി ജീവിക്കണം എന്ന ആഗ്രഹത്തോടെ ആ ഇരുന്ന മനുഷ്യനെ വീക്ഷിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ആ മജ്ലിസിൽ ഇരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉപദേശങ്ങളെല്ലാം കഴിഞ്ഞ് ആ സദസ്സ് പിരിയുന്നു. 2ാമത്തെ ദിവസവും ആ മനുഷ്യൻ അതേ മജ്ലിസിൽ വരികയാണ്. 3ാമത്തെ ദിവസവും അതേ സദസ്സിൽ വരികയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറഞ്ഞതുപോലെ 3 ദിവസം ആഹാരം തീരെ കഴിക്കാതിരുന്നാൽ മനുഷ്യന്റെ ശരീരം ക്ഷയിക്കുന്നത് പോലെ സ്വാലിഹീങ്ങളോട് സഹവസിക്കാതെ 3 ദിവസം ഒരു മനുഷ്യന് കഴിഞ്ഞു പോയാൽ ആ മനുഷ്യന്റെ റൂഹ്, അവന്റെ ആത്മാവ് ക്ഷയിക്കുന്നതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടെ നല്ല ആളുകളുടെ സദസ്സിൽ പോയി ഇരിക്കണം. അവിടെ നിന്ന് കേൾക്കുന്ന അറിവുകൾ പഠിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച ഈ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തെ ഇങ്ങനെ പിന്തുടരുകയാണ്. 3ാമത്തെ ദിവസം ആ സദസ്സിൽ നിന്ന് ആ മനുഷ്യൻ പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പിരിഞ്ഞു പോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ആ സഹോദരന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ കൂടെ വരട്ടെ? എന്റെ ബാപ്പയും ഞാനും ചെറിയ ഒരു പിണക്കത്തിലായതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ നിർവാഹമില്ല, അതുകൊണ്ട് നിങ്ങളെ കൂടെ വരികയാണ്. ബാപ്പയും ഞാനും ചെറിയ ഇഷ്യൂ ഉണ്ട്. ബാപ്പയുടെ പേര് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ്. അംർ ഇബ്നുൽ ആസിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്. ബാപ്പയും ഞാനും പിണക്കത്തിലായതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ നിർവാഹമില്ല, ഇന്ന് നിങ്ങളെ കൂടെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ നല്ല മനുഷ്യന്റെ മറുപടി, വരാം, എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, എന്റെ കൂടെ വന്നോളൂ, എന്നെ പഠിച്ചോളൂ, എനിക്ക് തടസ്സമില്ല. മറ്റൊരാൾ കാണാൻ പറ്റാത്ത യാതൊരു വൃത്തികേടും ആ മനുഷ്യന്റെ ജീവിതത്തിലില്ലാത്തതുകൊണ്ട് അദ്ദേഹം വിശുദ്ധിയുള്ള വ്യക്തിയാണ്. ആ മനുഷ്യന്റെ കൂടെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് സദാ പോകുന്നു. 3 ദിവസം ആ വീട്ടിൽ കഴിയുന്നു. പകൽ സമയത്ത് നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, എല്ലാമുണ്ട്. രാത്രി സമയമായാൽ കിടക്കയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു ദിക്ർ ചൊല്ലുന്നു. മുസ്ലിമിന്റെ ഒരു ദിവസത്തെ ജീവിതം എന്ന വിഷയം ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ സംസാരിക്കുമ്പോൾ ആ ദിക്റുകൾ നമുക്ക് പറയാം. ഇപ്പോൾ ഞാനത് പറയുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഇങ്ങനെ നോക്കുകയാണ്. സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആളാണല്ലോ ആ കിടക്കുന്നത്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. നബി എന്തു പറഞ്ഞാലും അത് സത്യമാണ്, അനുമാനമല്ല, ഒക്കൽട്ടേഷനല്ല, നിഗമനമല്ല. അള്ളാഹു അറിയിച്ചത് മാത്രമേ അവിടുന്ന് പറയുകയുള്ളൂ. ആ മനുഷ്യൻ സ്വർഗക്കാരനാണെന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്, അദ്ദേഹത്തിന്റെ ശൈലി എന്താണ്, അതറിയാനുള്ള ആഗ്രഹത്തോടെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ ഭക്തിയുള്ള ആളാണ്, റസൂലുള്ളാഹിനോട് വലിയ മഹബത്തുള്ള ആളാണ്.
ഖുർആനെ സ്നേഹിക്കുന്ന ആളാണ്, സുന്നത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ്. ഖുർആനിനോടും സുന്നത്തിനോടും സ്നേഹമുള്ളപ്പോൾ തന്നെ സാധാരണക്കാരൻ ചെയ്യേണ്ടത് മഹാന്മാരുടെ മാതൃക പിൻപറ്റലാണ്. ആ വീട്ടിൽ, ആ റൂമിൽ അദ്ദേഹത്തെ വീക്ഷിച്ചു. രാത്രിയിൽ കിടപ്പറയിലേക്ക് കിടന്നപ്പോൾ ഒരു ദിക്ർ ചൊല്ലുന്നത് കേട്ടു. പിന്നെ അദ്ദേഹം എഴുന്നേൽക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാനാണ് താല്പര്യം. രാത്രി സമയത്ത് നേരം പുലരുന്നതുവരെ, സുബ്ഹ് നിസ്കാരത്തിന്റെ സമയം വരെ ആ മനുഷ്യൻ എഴുന്നേൽക്കുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അതെല്ലാം കണ്ടു പിറ്റേന്ന് രാവിലെ ഒരു ചെറിയ പുച്ഛം ഈ മനുഷ്യനോട് തോന്നിപ്പോയി. സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ റബ്ബേ എന്റെ വീട്ടിൽ ഇന്നലെ വന്ന് കിടന്നത്, അദ്ദേഹത്തിന്റെ കൂടെയാണല്ലോ ഞാനുണ്ടായിരുന്നത്. ആ മനുഷ്യൻ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നില്ലല്ലോ. തഹജ്ജുദ് ആരെങ്കിലും പതിവാക്കിയാൽ നാളെ മഹ്ശറ ലോകത്ത് ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വിചാരണക്ക് പോകുന്ന സന്ദർഭത്തിൽ, വിചാരണക്ക് വേണ്ടി ജനങ്ങൾ ഹാജരാക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. അപ്പൊ അത്ര മഹത്വമുള്ള ആ തഹജ്ജുദ് ഈ മനുഷ്യൻ നിസ്കരിക്കുന്നില്ല, പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് സ്വർഗം? എന്റെ മനസ്സിൽ അദ്ദേഹത്തോട് ചെറിയ പുച്ഛം തോന്നിപ്പോയി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് പറയുന്നു, ഓ മനുഷ്യ, നിങ്ങളോട് എന്റെ മനസ്സിൽ ചെറിയൊരു പുച്ഛം വന്നിട്ടുണ്ട്. ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി, ഓ സഹോദരാ, എന്റെ ജീവിതത്തിൽ ഞാനത് കൃത്യമായൊന്നും നിർവഹിക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കാറുണ്ട് സുന്നത്ത് നിസ്കാരം, എന്നാൽ ഫർളായ നിസ്കാരങ്ങൾ ഞാൻ ഒഴിവാക്കാറില്ല. സകാത്ത് എന്ന ബാധ്യത ഞാൻ കൃത്യമായി പാലിക്കാറുണ്ട്. ഇസ്ലാം മതം നിർബന്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും ഞാൻ പാലിക്കാറുണ്ട്. പല സുന്നത്തുകളും ഞാൻ എടുക്കാറുണ്ട്. അല്ല സഹോദരാ, നിനക്ക് സ്വർഗമുണ്ടെന്ന് ഹബീബായ റസൂലുള്ള പറഞ്ഞല്ലോ, അതിന്റെ കാരണം എന്താണ്? ആ മനുഷ്യൻ അതിന് മറുപടി പറയുന്നു, ഇന്നി ലാ അജിദു ഫീ നഫ്സി ഐബൻ വലാ ഹസദൻ അലൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യനോടും എന്റെ മനസ്സിൽ ഹസദ് ഇല്ല. ഒരൊറ്റ മുസ്ലിമിനെയും ഞാൻ കുറ്റം പറയാറില്ല, ഒരൊറ്റ മുഅ്മിനിനെയും ഞാൻ ആക്ഷേപിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നവനോടല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ വെറുപ്പുണ്ടാകാൻ പാടില്ല. നബിയെ സാധാരണ മനുഷ്യനായി സങ്കല്പിക്കുകയും ആ നബി തങ്ങൾ ഓരോ ദിവസവും ധാരാളം പാപം ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരോട് മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ വെറുപ്പ് വേണം. അത് ഈമാന്റെ ഭാഗമാണ്. അതല്ലാത്തൊരു വിഷയത്തിന് വേണ്ടിയും ഒരു മുഅ്മിൻ വേറൊരു മുഅ്മിനോട് വെറുപ്പ് കാണിക്കാൻ പാടില്ല. നോമ്പ് തുറക്കാൻ വിളിക്കാത്തതിന്റെ പേരിൽ, വിളിച്ചിട്ട് പോകാത്തതിന്റെ പേരിൽ, കല്യാണത്തിന് ടൈമിന് എത്താത്തതിന്റെ പേരിൽ, ചോദിച്ച പണം കടമായി തരാത്തതിന്റെ പേരിൽ, കൊടുത്ത പണം കൃത്യമായി തരാത്തതിന്റെ പേരിൽ. എന്നാലും നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊരു മകളെ കല്യാണം കഴിപ്പിച്ചപ്പോ ഒന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാത്തതിന്റെ പേരിൽ. നമ്മളെ വീടുകളുടെ തൊട്ടൊരു കച്ചവടം നടത്തുമ്പോൾ ഒന്ന് സമ്മതം ചോദിക്കണ്ടേ? ചോദിക്കാത്തതിന്റെ പേരിൽ. ഇങ്ങനെ എന്തെല്ലാം നമ്മളെ ജീവിതത്തിൽ വരാനുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടനെ തന്നെ മറുപടി പറയുന്നു, വദാലിക ലാ യുതാഖ്. അല്ലയോ മനുഷ്യ, സഹോദര, ഇതാണ് ആർക്കും കഴിയാത്തത്, ഇതാണ് കഴിയാത്തത്. കാരണം ദുനിയാവിന്റെ ഏതെങ്കിലും പകകൾ മനസ്സിൽ വരുമ്പോൾ ആ പകയുടെ പേരിൽ പലരെയും വെറുക്കുന്ന സ്വഭാവമാണ്, അസൂയയുണ്ടാകുന്ന രൂപമാണ് നമുക്കുള്ളത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി അദ്ദേഹത്തിന്റെ ഇഹ്യാഉൽ ഉമ്മത്തിൽ പറയുന്നത് കാണാം, അസൂയ 3 ജാതിയാണ്. ആ അസൂയയിൽ 3 ജാതി അസൂയയിൽ ഒരു അസൂയ ഹറാമാണ്, വേറൊരു ഹസദ് ജായിസാണ്, പിന്നെ ഒരു ഹസദ് സുന്നത്താണ്. 3 ജാതി ഹസദ് ഉണ്ട്. നമ്മൾ പറയൂ, ആ സുന്നത്തായ ഹസദ് ഒന്ന് പാക്ക് ചെയ്ത് തന്നാൽ അന്ന് വൈകുന്നേരം പോകുമ്പോൾ കൊണ്ടുപോയാൽ വലിയ സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹസദ് സുന്നത്താവൽ എപ്പോഴാണ്? അത് ഹസദ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ അത് ഹസദ് അല്ല. ഇമാം ഗസാലി ഇത് 3 ഇങ്ങനെ വേർതിരിച്ച് പറയാണ്. ഇമാം ഗസാലി ആരാണ്? വലിയ ഡോക്ടറേറ്റ് നേടിയ ആളല്ലേ, എല്ലാ വിഷയത്തിലും വലിയ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇൽമിനെ പിന്നെയും പിന്നെയും കൂട്ടിത്തരട്ടെ.
ഈ മജ്ലിസ് ദുആഇന് ഉത്തരമുള്ള മജ്ലിസാണ്. ബഹുമാനപ്പെട്ട ഒതുക്കുങ്ങൽ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞല്ലോ, ഔലിയാക്കളെ മജ്ലിസാണ്, സ്വാലിഹീങ്ങളെ മജ്ലിസാണ്. പ്രഭാഷണം മാത്രമല്ല ഈ മജ്ലിസിലുള്ള ദുആയും ഇവിടെ നടക്കുകയാണ്. അബു ഹാമിദുൽ ഗസാലി തങ്ങൾ പറയുന്നു, പാടില്ലാത്ത അസൂയ ഏതാണ്? നിന്റെ സഹോദരന് അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തു, ആ അനുഗ്രഹം നീങ്ങിക്കിട്ടണമെന്ന് നീ ആശിച്ചാൽ, ആ അനുഗ്രഹം ആ മനുഷ്യനിൽ നിന്ന് എടുത്തു പോകണമെന്ന് നീ ആഗ്രഹിച്ചാൽ അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. ആ അസൂയ പാടില്ല. ഒരാൾ കൊണ്ടോട്ടി അങ്ങാടിയിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അദ്ദേഹവും നമ്മൾ ഒന്നിച്ചു പോയതാണ് മുമ്പ് അബുദാബിയിൽ. നമ്മൾ ഒരു വഴിക്ക് പോന്നു, അയാൾ മറ്റേ വഴിക്ക് വന്നു. അയാൾ വലിയ 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 ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഉഷാറാവുകയാണ്, അയാൾ ഉയരുകയാണ്. നമ്മൾ തുടങ്ങിയതൊക്കെ പരാജയപ്പെടുകയാണ്. നമ്മളെല്ലാം പരാജയത്തിലാണ്. അയാളിങ്ങനെ ഉയരുകയാണ്. ആ കെട്ടിടത്തിന്റെ പണി നടക്കുമ്പോൾ, അതിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോൾ ആ കെട്ടിടത്തിൽ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ആരോ പറഞ്ഞു, നമ്മളെ അബ്ബാസാജിന്റെ ബിൽഡിംഗ് ആണുള്ളത്. അപ്പൊ നമ്മളെ പ്രതികരണം, ഏതബ്ബാസ്? അവനൊക്കെ നമ്മക്കറിയാം, ഇനി വേറെന്തോ പറ. അല്ല, അതല്ലേ നമ്മളെ അബ്ബാസാജിയെ ആ സംഭാവന കൊടുക്കുന്ന എല്ലാം കണക്കാണ് എന്ന് പറഞ്ഞ് മോശമായ പദപ്രയോഗങ്ങൾ നടത്തി. എന്തിനു നമ്മൾ അയാളെ സംബന്ധിച്ച് വേണ്ടാത്തത് പറയണം? അയാളെ അനുഗ്രഹങ്ങൾ നീങ്ങിക്കിട്ടണമെന്ന് നമ്മളെ കൽബിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ചു പോയാൽ നമ്മൾ പിന്നെ ഖുർആന്റെ ആളല്ല, നമ്മൾ സുന്നത്തിന്റെ ആളല്ല, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആളല്ല. അതേ സമയത്ത് ഒരു അസൂയ, അത് സുന്നത്തുള്ളതുണ്ട്. ഒരു ആലിം, ഒരു ഖുർആൻ പഠിച്ച വിദ്യാർത്ഥി, ഒരു കുട്ടി ഖുർആൻ പഠിച്ചു, നന്നായി പഠിച്ച് ആ കുട്ടിയതാ അന്താരാഷ്ട്ര മത്സരത്തിന് വേണ്ടി ദുബൈയിലേക്ക് പോയി. മർക്കസിൽ നിന്ന് പഠിച്ച കുട്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച കുട്ടിയോ, ആ കുട്ടി വിദേശ നാട്ടിലേക്ക് പോയി അവിടെ ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് നമ്മളെ സ്വന്തം മകനിലേക്ക് നോക്കി നമ്മളിങ്ങനെ നെടുവീർപ്പിടുകയാണ്. അതേ പ്രായവും അതേ രൂപവും എല്ലാം ഉള്ള നമ്മളെ കുട്ടിക്കത് സാധിച്ചില്ലല്ലോ, റബ്ബേ അതുപോലെ എന്റെ കുട്ടിയുമായാൽ നന്നായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് സുന്നത്താണ്, റബ്ബിനോട് കൂലി കിട്ടും. നല്ല വിചാരമാണ്. ലാ ഹസദ ഇല്ലാ ഫി സനത്തൈനി റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആന ഫഅല്ലമഹു വറജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫഹുവ യുൻഫിഖു. സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ ഒന്ന്, നമ്മുടെ സഹോദരൻ ഒരു കാർ വാങ്ങി, ആ കാറിൽ അയാൾ ഇങ്ങനെ പോകുന്നു. പ്രഭാഷണം നടക്കുന്ന സമയത്ത് അയാൾ കൃത്യസമയത്തെത്തി. നമ്മളും അയാളും ഒന്നിച്ച് നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അയാൾ അവിടെ എത്തി. നമ്മൾ പ്രസംഗമെല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കസേരയില്ല, സീറ്റുമില്ല, പിന്നിലാണ്. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അയാൾക്ക് കാറുണ്ട്, നമുക്ക് കാറില്ലല്ലോ. ഒരു കാറൊക്കെ കിട്ടിയ സുഖമായിരുന്നു എന്ന് വിചാരിക്കൽ ജായിസാണ്. ഇത് സുന്നത്തല്ല, ജായിസ. അപ്പൊ ഇങ്ങനെ അസൂയയെ മൂന്നാക്കി തിരിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ബില്ലാസി പറയുന്നു, പടച്ചവനെ, ഈ മനുഷ്യൻ സ്വർഗക്കാരനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി പറയാനുള്ള കാരണം ഇപ്പോഴേ എനിക്ക് പിടുത്തം കിട്ടിയത്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ചിന്തിക്കുന്ന ആളുകൾക്ക് പ്രചോദനമാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ഭക്തിയിലേക്ക് അവരെ അടുപ്പിച്ചു കൊണ്ടുവരുന്ന വേദഗ്രന്ഥമാണ്. ഇനി ഞാൻ പറയട്ടെ ഖുർആൻ പാരായണത്തിന്റെ സ്വഭാവം. ഖുർആൻ പാരായണം എത്ര ആളുകൾ ഇന്ന് ഖുർആൻ ഓതി? ഞാൻ ഓർക്കുകയാണ്, എനിക്ക് പരിചയമുള്ള എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വിദേശ നാട്ടിൽ ജോലി ചെയ്യുന്നു. ഞാൻ ആ വിദേശ നാട്ടിൽ എപ്പോഴെങ്കിലും പോയാൽ ആ സഹോദരന്റെ മൊബൈലിൽ ഒരു മിസ് അടിക്കും. ഗൾഫുകാരനായതുകൊണ്ട് അവനോട് അങ്ങനെയൊക്കെ ചെയ്യൽ അനുവദനീയമായിരിക്കാം. അവൻ വേഗം ഫോൺ എടുത്തു. എപ്പോൾ വന്നു? ഇപ്പം ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ദയവായി നിങ്ങൾ എന്റെ റൂമിൽ വരണം, നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ റെഡിയായി നിൽക്കുന്നു. പക്ഷേ ഒരു കാര്യം, രാവിലെ മുതൽ ഉച്ച വരെ നിങ്ങൾ മാത്രമേ എന്റെ റൂമിലുണ്ടാകൂ, ഞാൻ റൂമിലുണ്ടാവുകയില്ല. ഞാൻ ആ സമയത്ത് ഡ്യൂട്ടിയിലായിരിക്കും. കണ്ണൂർ ജില്ലക്കാരനാണ്. അങ്ങനെ ആ സഹോദരന്റെ ജീവിതവും അയാളുടെ സംസ്കാരവും ഞാൻ അന്വേഷിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മതപണ്ഡിതന്മാരെക്കാൾ
വലിയ വലിയ ആളുകളെക്കാൾ സാധാരണക്കാർ എത്രയോ നല്ലവരായി ജീവിക്കുന്നവരുണ്ട്. ആലിമീങ്ങൾ സാധാരണക്കാരെ കുറ്റം പറയാൻ പാടില്ല, സാധാരണക്കാർ ആലിമീങ്ങളെ തള്ളിപ്പറയാൻ പാടില്ല. ബാപ്പയും മകനും പോലെയാണ് ആലിമീങ്ങളും സാധാരണക്കാരും. അതുപോലെ ഗുരുവും ശിഷ്യനുമാണവർ, ജ്യേഷ്ഠനും അനുജനുമാണവർ. ആ ബഹുമാനം നമ്മൾ കാത്ത് നിലനിർത്തുക. ആ സഹോദരന്റെ സ്വഭാവവും നടപടിയും ഞാൻ പകർത്തുകയുണ്ടായി എന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്. അയാളെ പരിപാടി എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് സുബഹി സമയത്ത് നിസ്കരിക്കുന്നു. സുബഹിയുടെ മുൻപുള്ള 2 റക്അത്ത് സുന്നത്ത്, അതിനു മുൻപുള്ള തഹജ്ജുദ്, അതൊക്കെ പതിവായി നിസ്കരിക്കുന്ന ആ സഹോദരൻ നിസ്കാരം കഴിഞ്ഞ് എത്ര ക്ഷീണമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാതെ ഒരൊറ്റ ദിവസവും കിടക്കുന്നില്ല. നമ്മളൊക്കെ വീട്ടിൽ മുസ്ഹഫുണ്ട്. എത്ര മുസ്ഹഫുണ്ട് സഹോദരന്മാരെ? മുസ്ഹഫ് എത്രയോ ഉണ്ട്. ഹജ്ജിന് പോയപ്പോ ബാപ്പ കൊണ്ടുവന്ന മുസ്ഹഫുണ്ട്, ഉമ്മ കൊണ്ടുവന്ന മുസ്ഹഫുണ്ട്. എക്സിബിഷൻ ആളിൽ ആകർഷകമായ ഒരു മുസ്ഹഫ് കണ്ടപ്പോൾ അത് വാങ്ങി. ആ മുസ്ഹഫൊക്കെ ഇങ്ങനെ മേശമേൽ കിടക്കുന്നു. ആ ഖുർആൻ ഒരു കൊല്ലം കൊണ്ട് ഒരു തവണയെങ്കിലും നമ്മൾ ഓതുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ ഖറത്ത് ബിഹാ ഐനു ഖാരിഹാ ഫഖുൽതു ലഹു ലഖദ് വഫിർത ബിഹബ്ലില്ലാഹി ഫതസിമീ. ഓ ബൂസൂരി ഇമാം ആ വികാരം അദ്ദേഹം ആവിഷ്കരിക്കുകയാണ്. ഖറത്ത് ബിഹാ ഐനു ഖാരിഹാ, ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ കണ്ണ് കുളിർമയാവുകയാണ്. ആ ഖുർആൻ കൊണ്ട് ആ മനുഷ്യന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ്. ഖറത്ത് ബിഹാ ഐനു ഖാരിഹാ, ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ കണ്ണ് ഈറനണിയുകയാണ്. ആ ഖുർആൻ കൊണ്ട് എല്ലാം കൊണ്ടും അയാൾ സന്തോഷിക്കുകയാണ്. ലോകം മുഴുക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുത്താൽ അതിന് പകരമായി തീരുമോ ഖുർആൻ? നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു മുസ്ഹഫ് വില കൊടുത്തു വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. അതിന് 1 ലക്ഷം ഉറുപ്പിക ഒരാൾ വില പറഞ്ഞു. നാട്ടിലെവിടെയും മുസ്ഹഫ് കിട്ടാനുമില്ല. 1 ലക്ഷം ഒരാൾ വില പറഞ്ഞു. നാട്ടിലെവിടെയും ഖുർആന്റെ കോപ്പി കിട്ടാത്ത സന്ദർഭം. കൊണ്ടോട്ടിയിലെ, മലപ്പുറത്തെ, കേരളത്തിൽ ഒരു വലിയ മുതലാളി കാറിന് നല്ല നമ്പർ കിട്ടാൻ വേണ്ടി ലേലം ചെയ്ത് നമ്പർ വാങ്ങുന്ന മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യൻ ആയിരുന്നു. ആ ലേലത്തിൽ എത്ര പണം കൊടുത്തും കാറിന്റെ നമ്പർ വാങ്ങുന്ന ആ മുതലാളി 1 ലക്ഷം ഉറുപ്പിക ഖുർആന് ഒരാൾ വില പറഞ്ഞപ്പോൾ വേറെ ഒരാൾ 1,10,000 പറഞ്ഞപ്പോൾ അങ്ങനെ കൂട്ടിക്കൂട്ടി പറഞ്ഞ് വലിയ സംഖ്യ വില കൊടുത്ത് ആ ഖുർആൻ വാങ്ങി അയാളത് ചുംബിക്കുന്നു. ഗാന്ധിജി എഴുതിയ കത്ത് ആഫ്രിക്കയിൽ കണ്ടെത്തിയപ്പോൾ ആ കത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു, ആ കോപ്പി ഇന്ത്യക്ക് വേണം. ഇന്ത്യക്കാരനായ ഗാന്ധിജിയുടെ കൈപ്പടയാണ്, ആ കൈപ്പട ഇന്ത്യക്കാർക്ക് വേണമെന്ന് പറഞ്ഞ് അത് ഉടനെ ഇന്ത്യയിൽ എത്തിച്ചുവെങ്കിൽ ഇതാര കലാമാണ്? തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ഇത് അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണ്. ഈ വേദഗ്രന്ഥത്തെ ഇതൊരു വരി പോലും ഹബീബായ നബിയുടെ വരിയില്ല. കഫാക കഫാക ഫിൽ ഇൽമി ബിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയത്തി വതദീബി ഫിൽ യുത്മി. ബഹുമാനപ്പെട്ട ഇമാം ബൂസരി പിന്നെയും പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഒന്നുപോലും ഇതിൽ കൂട്ടിക്കുഴച്ചു പോയിട്ടില്ല. അങ്ങനെ ആരും ധരിക്കണ്ട. പ്രിന്റിംഗ് ഇല്ലാത്ത കാലം, ഒന്ന് എഴുതാൻ പേനയില്ലാത്ത കാലം, കടലാസില്ലാത്ത കാലം, ഖുർആൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ മറ്റൊരു ഭാഗത്ത് നബിയുടെ സംസാരം നടക്കുന്നില്ലേ? പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഖുർആൻ ഒരു ഭാഗത്ത് ഇങ്ങനെ അവതരിക്കുമ്പോൾ തന്നെ ആ ഖുർആന്റെ വിശദീകരണം നബി സ്വഹാബത്തിന് നൽകുന്നു. എന്നാൽ നബിയുടെ വായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു പദം ഖുർആനിലേക്ക് കൂട്ടിച്ചേർത്തിപ്പോയോ? ഒന്നും കൂട്ടിച്ചേർത്തിപ്പോയില്ല, ഒന്നും അതിൽ ഇടകലർന്നു പോയില്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനെ നാമാണ് അവതരിപ്പിച്ചത്, നമ്മളത് സൂക്ഷിക്കും.
അതാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അഹ്മദ് ദീദാത്തിനെ പറ്റി അറിയില്ലേ? ആഫ്രിക്കയിലെ വലിയ പണ്ഡിതൻ. അദ്ദേഹം ബൈബിൾ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തുകയാണ്. ഖുർആൻ ബൈബിൾ സംവാദം. ആ സംവാദം നടക്കുമ്പോൾ ഖുർആന്റെ കോപ്പികൾ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അഹ്മദ് ദീദാത്ത് ചോദിക്കുന്നു, ഈ കോപ്പികൾ, ഈ വചനങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ തുറന്നു വായിച്ചോളൂ, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളില്ലേ, അതും നോക്കിക്കോളൂ, വ്യത്യാസം നിങ്ങൾക്ക് ബോധ്യപ്പെടും. കോപ്പികൾ തമ്മിൽ താരതമ്യത്തിൽ ബൈബിളിന്റെ വാക്താവ് പരാജയപ്പെടുകയാണ്. അതിന്റെ CD വരെ ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ അതെല്ലാ ദിവസവും ആ സഹോദരൻ ഓതുന്നു എന്ന് മാത്രമല്ല, ഓതുന്ന ഭാഗം ഓരോ ദിവസവും ഒരു കടലാസിൽ എഴുതിയിട്ട് ആ കടലാസ് മുസഹഫിന്റെ ഇടയിൽ അടയാളം വെക്കുന്നു. ഞാൻ ഓർക്കുന്നു, കേരളത്തിലെ ഒരു സാധു മനുഷ്യനെ മറ്റൊരിക്കൽ ഞാൻ കണ്ടു. അയാൾ മുസഹഫ് ഓതുന്നു, മുസഹഫിൽ തന്നെ ബോൾ പെന്നോണ്ട് അടയാളം വെക്കുകയാണ്. അങ്ങനത്തെ വിരൂപികളും ഉള്ള ഒരു ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബോൾ പെന്നോണ്ട് മുസഹഫ് തന്നെ അടയാളം വെക്കുക, ഡേറ്റ്. എന്നാ പിറ്റേന്ന് രാവിലെ ആ അടയാളം വെച്ചതിന്റെ താഴെ ഓതി അന്ന് വേറെ ഡേറ്റ് എഴുതാന്. ഇങ്ങനെ ഖുർആനെ നമ്മൾ ഒരിക്കലും അപമാനിച്ചു പോകരുത്. മറിച്ച് ഒരു നല്ല കടലാസ്, ആ കടലാസിൽ ഡേറ്റ് എഴുതുക, ഇന്ന് എവിടെ എത്തിയോ ആ പേജ് എഴുതുക, നാളെ രാവിലെ അതിന്റെ ബാക്കി ഓതുക, ഡേറ്റും പേജും എഴുതുക. അങ്ങനെ 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ ഒരു ഖത്മ് പൂർത്തിയാകുന്നു. ഖത്ം പൂർത്തിയായാൽ അന്നൊരു ചീരിടി നൽകൽ സുന്നത്താണ്. അന്ന് സ്വാലിഹീങ്ങളെ വിളിച്ച് ഒരു സദ്യ ഏർപ്പാട് ചെയ്യൽ സുന്നത്താണ്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട സദ്യകൾ 10 എണ്ണമാണ്. ആ 10 സദ്യകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സദ്യയാണ് ഖുർആൻ ഖത്തം തീർത്താൽ സ്വാലിഹീങ്ങളെ വിളിച്ച് ചെറിയ ആഹാരം ഉണ്ടാക്കി കൊടുക്കൽ. അങ്ങനെ ആ സഹോദരന്റെ കഥയാണിവിടെ പറയുന്നത്. സാധാരണക്കാരന് ഖുർആനുമായി ബന്ധപ്പെടാനുള്ള വലിയൊരു മേഖലയാണ് ഖുർആന്റെ പാരായണം. ഖുർആൻ പാരായണം. പക്ഷേ പാരായണം ചെയ്യുന്നവർ ഇവിടെ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് തന്നെ നമുക്ക് ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യാം. സൂറത്തുൽ കഹ്ഫിൽ തന്നെ അള്ളാഹു അതിനൊരു മോഡൽ നമുക്ക് കാണിച്ചു തരികയാണ്. കാരണം അൽ കഹ്ഫ് സൂറ എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലാനുള്ളതാണ്. സ്ത്രീകൾക്കും അൽ കഹ്ഫ് സുന്നത്താണ്. അവർക്ക് ജുമഅയില്ല. സ്ത്രീകൾക്ക് ജുമഅ നിസ്കാരം നിർബന്ധമില്ല. ജുമഅ നിസ്കാരം സ്ത്രീകൾക്ക് സുന്നത്തുമില്ല. ജുമഅ നിസ്കാരത്തിൽ സ്ത്രീകൾ പങ്കെടുക്കാൻ പാടുള്ളതുമല്ല. എന്നാൽ ആ സ്ത്രീകൾക്കും അവരെ വീടുകളിൽ വെച്ച് അൽ കഹ്ഫ് സൂറത്തോതൽ സുന്നത്താണ്. അത് 2 തവണ ഓതൽ സുന്നത്താണ്. വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതാൻ മറന്നുപോയവരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഓതാവുന്നതാണ്. ഇനിയും ഓതാൻ സമയമുണ്ട്. ഖളാ വീട്ടാവുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ കഹ്ഫ് ഓതുന്ന ആൾക്ക് വലിയ മഹത്വങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദജ്ജാൽ വരുന്ന സമയം ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അൽ കഹ്ഫ് ഓതുന്നവൻ രക്ഷപ്പെടുന്നതാണ്. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മാത്രവുമല്ല, ഏതെങ്കിലും ഒരു മനുഷ്യൻ പതിവായി അൽ കഹ്ഫ് സൂറത്ത് ഓതിയാൽ ആ ഓതുന്ന മനുഷ്യന്റെ മുൻപിലും അവന്റെ പിൻപിലും അവന്റെ നാനാഭാഗത്തും വെളിച്ചം ലഭിക്കുന്നതാണ്. അവനൊരു ഭാഗത്തും പ്രയാസമുണ്ടാവുകയില്ല, ഇരുട്ട് അനുഭവപ്പെടുകയില്ല. അവനെപ്പോഴും സന്തോഷമാണ്, അവനെപ്പോഴും പുഞ്ചിരിയാണ്, ഈമാനാണ്. ആ അൽ കഹ്ഫ് സൂറത്ത് തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമാ എന്ന് കൂട്ടി വായിക്കാൻ പാടില്ല. തെറ്റാണ്. തെറ്റ് എന്ന് മാത്രമല്ല, ജയിലിൽ അടക്കാൻ മാത്രം വലിയ തെറ്റാണ്. ഓ, ഒരു കോമ കൊണ്ട് ഇത്രക്ക് കുറ്റോ? കോമ കിൽഡ് എ മാൻ. കുട്ടിക്കാലത്ത് പഠിച്ച കഥയാണ്, ഞാനത് പറയുന്നില്ല. കോമ ചിലപ്പോൾ ചില മനുഷ്യരെ കൊല്ലാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വായിക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ. ഒരു ചെറിയ ശ്വാസത്തിന്റെ അടക്കം അവിടെ പാലിക്കുക. ഒന്ന് അടങ്ങി പിന്നെ എടുക്കുക.
വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമ എന്നങ്ങാൻ വായിച്ചു പോയാൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ്. കാരണം അതിന്റെ അർത്ഥം വലം യജ്അൽ ലഹു ഇവജ, ഖുർആനെ അല്ലാഹു വക്രതയിലാക്കിയിട്ടില്ല, ഖയ്യിമൻ രക്ഷകനുമാക്കിയിട്ടില്ല എന്നായിപ്പോ അർത്ഥം. അതവിടെ നിന്ന് ഗ്യാപ്പിട്ടാലോ, വലം യജ്അൽ ലഹു ഇവജ, ഖുർആനിൽ വക്രതയില്ല, ഖയ്യിമൻ ഖുർആൻ രക്ഷകനായിട്ട് വന്ന വേദഗ്രന്ഥമാണ്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ തജ്വീദ് പ്രകാരം അങ്ങ് ഓതിയാൽ എന്ത് രസമാണ് ഖുർആന്റെ പാരായണം. നിങ്ങൾ നോക്കൂ, മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വലിയ പവർ, അദ്ദേഹത്തിന്റെ ഖുർആന്റെ ഓത്തിന്റെ ശൈലിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയാൽ കേട്ടു നിൽക്കുന്ന ആളുകളൊക്കെ അതിലേക്ക് ആകർഷിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹിയുടെ ഖിറാഅത്ത് പോലെയായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പാരായണം. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. നന്നായി ഖുർആൻ ഓതുന്ന ഇമാമുകളെ ഈ റമദാനിലെ പള്ളിയിൽ ഇമാമത്തിന് നിശ്ചയിക്കുകയും അങ്ങനെ അത്തരം ഇമാമുകളുടെ ഖുർആൻ പാരായണം മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ഇസ്ലാമിനോട് താല്പര്യം വളർത്തുകയും ചെയ്യാൻ നാം പ്രത്യേകം ഉത്സാഹിക്കേണ്ടതാണ്. ഒരു ദിവസം അതാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. കൊല്ലങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ പോകാൻ സന്ദർഭമുണ്ടായപ്പോൾ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖാം ഉള്ള വലിയൊരു പള്ളിയുണ്ട് ഈജിപ്തിൽ. ഷാഫി ഇമാമിന്റെ ഖബറും ഖുബ്ബയും അറിയപ്പെടുന്ന വലിയ ഖുബ്ബയാണ്. വലിയ ഖുബ്ബയാണ്. ഖബറിന്റെ മുകളിൽ ഉയർത്തപ്പെട്ട ആ ഖുബ്ബ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾ എത്ര വലിയ മഹത്വമുള്ളതാണോ ആ മഹത്വത്തിന്റെ തോതനുസരിച്ചുള്ള, ഷാഫി ഇമാമിന്റെ ആ വലിപ്പവും മഹത്വവും അനുസരിച്ചുള്ള അത്ര നല്ല ഗാംഭീര്യമുള്ള ഖുബ്ബയാണ് ഷാഫി ഇമാമിന്റെ ഖബറിന്മേലുള്ള ഖുബ്ബ എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ആ ഖുബ്ബ കണ്ടു, വളരെ സന്തോഷം തോന്നി. ആ ഖുബ്ബയുടെ അടുത്ത് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിനോട് ഇങ്ങനെ സ്നേഹം കൂടുകയാണ്. പടച്ചവനെ, എത്ര അധ്വാനിച്ച മഹാന്മാരാണ്, എത്രയാണ് അവർ കഠിനാധ്വാനം ചെയ്തത്. ആ ഷാഫി ഇമാമിന്റെ പള്ളിയുടെ പേര്, ആ മാർക്കറ്റിന്റെ പേര് അൽ ഇമാമു ഷാഫി. അങ്ങോട്ടുള്ള ബസ്സിന്റെ പേരും അൽ ഇമാമു ഷാഫി എന്നാണ്. ആ അങ്ങാടിയുടെ പേരും അൽ ഇമാമു ഷാഫി എന്നാണ്. അവിടെ ളുഹുറിന് എത്തി. നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ സമീപത്ത് ഒരു സാധു മുഅല്ലിം ഇരിക്കുന്നു. ആ മുഅല്ലിം എന്നെ വിളിച്ചു. വാ താൻ, ഓടി ചെന്നു. എന്താ സദസ്സെന്നറിയോ? ഖുർആൻ ഓതുകയാണ്. ഖുർആൻ പാരായണത്തിന്റെ മജ്‌ലിസാണ്. ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. എന്നോട് ചോദിച്ചു, തഹ്ഫദുൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ദുണ്ടോ? ആ ഒരു ഘട്ടത്തിലാണ് നമുക്കൊക്കെ ക്ഷീണുണ്ടാവാറുള്ളത്. പിന്നെ പഠിച്ച യാസീന് കൊണ്ട് രക്ഷപ്പെടുകയാണ്. ആര് ചോദിച്ചാലും യാസീനെ ഓതിക്കൊടുക്കലാണ്. ആ യാസീൻ തന്നെ ആദ്യത്തെ അറ്റം മുതൽക്ക് അവസാനത്തെ അറ്റം വരെ ഒരു ലെവലിൽ കിട്ടിയാലേ നമ്മൾ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ സുബൈ ജമാഅത്തിന് യാസീന്റെ ഇടയിലുള്ള ഒരായത്ത് ഞാൻ തുടങ്ങി. അടുത്ത ആയത്ത് കിട്ടാതെ വന്നതുകൊണ്ട് അവസാനം വശംസി വളുഹാഹ ആക്കി വരിക. ഇന്നത്തെ അതി ലേറ്റസ്റ്റാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ അനുഭവം അതാ. ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് ഖുർആനോട് അള്ളാഹു നമ്മളെ അടുപ്പിച്ചു തരട്ടെ. ആ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ ഹിഫ്ദുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ട് എന്നും പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല, ഖുർആൻ ഓതാം എന്ന് പറഞ്ഞു. ഇന്ത്യക്കാർക്ക്, കേരളീയർക്ക് പിന്നെ ഒരു സന്തോഷമുള്ളത്, നമ്മൾ ഖുർആൻ ഓതിയാൽ മിസ്രികൾ ഓതുന്നത് പോലെ ഭംഗിയിലും ഉച്ചാരണ ശുദ്ധിയോടും കൂടി ഓതാൻ കേരളീയർക്ക് കഴിയും. അതിന്റെ മുഴുവൻ പത്രാസും നമ്മളെ ഉസ്താദുമാർക്കുള്ളതാണ്. മദ്രസയിലെ 1, 2, 3 ഒക്കെ പഠിപ്പിച്ച ആ ഉസ്താദ്
വലിയ മഹത്വമുള്ള ഉസ്താദാണ്, കുട്ടികളെ മറന്നു പോകരുത്. നിങ്ങളൊരു പക്ഷേ സഖാഫിയായിരിക്കാം, സാദിയായിരിക്കാം, അഹ്സനിയായിരിക്കാം, ബാക്കവിയായിരിക്കാം, പക്ഷേ പഠിപ്പിച്ച ഉസ്താദ് ഇപ്പോഴും 1-ാം ക്ലാസ്സിലാണ്. നമ്മൾ സഖാഫി ബിരുദമെടുത്ത് നമ്മളെ നാട്ടിൽ പെട്ടിയും ബാഗും കിതാബുമായി വന്നിറങ്ങിയപ്പോൾ മദ്രസയിലുണ്ട് ഇപ്പോഴും അയാൾ പഠിപ്പിക്കുന്നു ആ ബാ. അപ്പൊ നമ്മളിങ്ങനെ നോക്കൂ, ആരാണ്? നമ്മളെ വല്ലാക്ക. സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. സാധു മനുഷ്യൻ ഇപ്പോഴും 1-ാം ക്ലാസ്സിലാ. നമ്മളാ ഒന്നൊന്ന് പഠിച്ച് കയറി എവിടെയെല്ലാമോ കയറി ഇറങ്ങി മദ്രസയിലെത്തിച്ചു അയാൾ ഒന്നില്ല. പക്ഷേ അയാൾ പഠിപ്പിച്ച ആദ്യത്തെ അക്ഷരം അതാണ് നമ്മളെ ജീവിതത്തിന്റെ തുടക്കം. അയാൾക്ക് അന്ന് നമ്മളെ ബാപ്പ ഒരു ഗുരുദക്ഷിണ നൽകിയിരുന്നു. അന്നേത്തെ ഒരു 25 പൈസ അലിഫ് ചൊല്ലിക്കൊടുത്ത വകയിൽ ബാപ്പ മുഅല്ലിമിന് നൽകി. ആ ബാപ്പയുടെ സാന്നിധ്യത്തില്ല ഉസ്താദ് നമ്മളെ തലയിൽ കൈവച്ച് നമുക്ക് വേണ്ടി മന്ത്രിച്ചു തന്നു. ആ ഒരൊറ്റ പവർ കൊണ്ടാണ് നമ്മൾ നന്നായത് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഉസ്താദുമാരെ മറന്നു പോകരുത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. റമദാനിൽ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു വരുന്നത്, ആ സന്ദർഭത്തിൽ ഖുർആൻ ഓതാമോ? ഞാൻ ഓതിക്കൊടുത്തപ്പോ ആ മനുഷ്യന്, മിസ്രിയായ ആ സഹോദരന് വളരെ സന്തോഷം തോന്നി. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, റബ്ബേ, ഖുർആൻ ഹിഫ്ളും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഷാഫി ഇമാമിന്റെ മഖാമിന്റെ സമീപത്ത് വലിയൊരു സന്തോഷമാകുമായിരുന്നു. പക്ഷേ ആ ഭാഗ്യം ഉണ്ടായില്ല. ഇപ്പോഴും അതിന്റെ പേരിൽ ഖേദത്തിലാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമുള്ള കാര്യം ഖുർആൻ കാണാതെ പഠിച്ചില്ലല്ലോ എന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഈ മജ്ലിസ് വലിയ നല്ല മജ്ലിസാണ് മുഅ്മിനീങ്ങളെ. ഖുർആൻ നമ്മൾ ഹിഫ്ളാക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളെ നമ്മൾ പറഞ്ഞേക്കണം. ഒരു മകൻ സ്കൂളിൽ പഠിക്കുന്നു, മറ്റേ കുട്ടി ഖുർആൻ ഒന്ന് പഠിക്കട്ടെ, അവനെ ഹിഫ്ളുൽ ഖുർആനിലൊന്ന് ചേർത്തി നോക്കൂ, അവനൊരിക്കലും പരാജയപ്പെടുകയില്ല. മഹാനായ ബൂസിരി ഇമാം പറഞ്ഞല്ലോ, ഇൻ തത്ലുഹ ഖീഫത്തൻ മിൻ ഹർരിനാരി ലല്ലാ അത്ഫ തഹറലല മിൻ ബിർദിഹ ശബിമി. ആ ജഹന്നം എന്ന നരകത്തിന്റെ അദാബില്ലേ, ആ എത്രയാണ് അദാബ്, ആർക്കെങ്കിലും സഹിക്കാൻ കഴിയുമോ? എത്ര മടങ്ങാണ് അതിന്റെ ചൂട്. സുബ്ഹാനല്ലാഹ്. ആ അന്തും ലഹാ വാരിദൂൻ, നിങ്ങളൊക്കെ ആ നരകത്തിൽ പോകേണ്ടി വരും. സിറാത്തിലൂടെ കടക്കുമ്പോൾ അതിന്റെ മണമേൽക്കാതെ, ആ ഗന്ധം അല്പമൊന്നും അറിയാതെ ഒരൊറ്റ കുട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയുകയില്ലല്ലോ. ആ ജഹന്നമെന്ന നരകത്തിന്റെ ബേജാറ് മനസ്സിൽ കടന്നപ്പോൾ അതിനെന്തുണ്ട് പരിഹാരം? ഗവേഷണം അതിന് പരിഹാരമല്ല, അന്വേഷണം അതിന് പരിഹാരമല്ല. ആകാശഭൂമികളെ പറ്റിയുള്ള ചിന്ത കൊണ്ടൊന്നും ജഹന്നമെന്ന നരകത്തെ പറ്റിയുള്ള വേദന മനസ്സിൽ പൂർത്തിയാവുകയില്ല. ആ വേദന പൂർത്തിയാകാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ എടുത്ത് ഓതുകയാണ്, അത് കേൾക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറയുന്നു, ഇബ്നു മസ്ഊദേ, നീ ഒന്ന് ഓതൂ. ഇബ്നു മസ്ഊദ് അങ്ങ് ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസാ ആണ് ഓതുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വേളയിൽ ഇബ്നു മസ്ഊദ് ഓദിക്കുന്നു, അഖറഉ വഅലൈക ഉൻസിലൽ ഖുർആൻ. ഓ നബിയെ, ഖുർആൻ അല്ലാഹു നിങ്ങൾക്കല്ലേ അവതരിപ്പിച്ചത്, പിന്നെ ഞാൻ എന്തിനത് പാരായണം ചെയ്യണം? അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥം ഞാൻ എന്തിനു പാരായണം ചെയ്യണം? ഹബീബായ നബിയുടെ മറുപടി, നീ ഒന്ന് ഓതൂ ഇബ്നു മസ്ഊദേ. ശിഷ്യന്മാരോട് പറഞ്ഞാൽ, ഉസ്താദുമാര് പറഞ്ഞാൽ അത് കേൾക്കണം, ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ അനുസരിക്കണം, അരുത് എന്ന് പറയരുത്. ഖുർആനെന്ന് ഓതൂ എന്ന് പറഞ്ഞാൽ ഓതണം, രാവിലെ ഓതാൻ പറഞ്ഞാൽ ഓതണം, വയലിന്റെ മജ്ലിസിൽ പോകൂ എന്ന് പറഞ്ഞാൽ പോകണം. അതെല്ലാം അനുസരണമാണ്, അച്ചടക്കമാണ്. ഇബ്നു മസ്ഊദ് ഓതാൻ തുടങ്ങി. കുറേ ഓതിയപ്പോൾ വകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ. ഓ നബിയെ, സർവ്വജനങ്ങളും മഹ്ശറാ ലോകത്ത് ഹാജരാകുന്ന സന്ദർഭം, തുണിയില്ലാതെ ചെരുപ്പില്ലാതെ വളരെ ബേജാറോടുകൂടി വരുന്ന സന്ദർഭം, അവരെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും റെക്കോർഡാക്കി ഒരു ചിപ്പായി അവരെ കയ്യിൽ കൊടുക്കുന്ന സമയം വന്നാൽ, ആ മജ്ലിസിലേക്ക് നിങ്ങളെയും റബ്ബ് കൊണ്ടുവരും. നിങ്ങൾ അവിടെ ഹാജരായിട്ട് നിങ്ങൾ അവിടെ സാക്ഷിയായി നിൽക്കുന്നൊരു സമയം വരാനുണ്ട് എന്ന വചനം അവതരിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ നബി ഇങ്ങനെ കേൾക്കുകയാണ്. നബി തങ്ങൾ കരയുകയാണ്. ഇബ്നു മസ്ഊദിനോട് അവിടുന്ന് പറയുന്നു, കഫാ കഫാ, മതി
മതി നീ നിർത്തുക. ഇൻ തത്ലുഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലവാ അത്ഫ തഹറലവാ മിൻ വിർദിഹ ശബിമി. ഇൻ തത്ലുഹാ, ആ ഖുർആനെ നീ പാരായണം ചെയ്താൽ, ഖീഫതൻ പേടിച്ചിട്ട് നീ ഓതിയാൽ. ഈ ഗവേഷണത്തിന് വേണ്ടിയല്ല ഖുർആനെ അല്ലാഹ് അവതരിച്ചത്, ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല, അന്വേഷിക്കാൻ വേണ്ടി മാത്രമല്ല, കരയാൻ വേണ്ടി കൂടിയാണ് ഖുർആനെ അവതരിപ്പിച്ചത്. ഇന്ന് രാത്രി തന്നെ പാതിര സമയത്ത് ഒന്ന് ഓതി നോക്കൂ. അത് ഓതാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. ഒരു കൊല്ലത്തിലെ ഏറ്റവും നല്ല ദിവസം, ഓതാൻ നല്ല ദിവസം അറഫാ ദിനമാണ്. മാസമാകട്ടെ ഏറ്റവും നല്ല മാസം റമദാനാണ്. സമയമാകട്ടെ സുബഹിന്റെ ശേഷമുള്ള സമയമാണ്. പാതിര സമയവും തിരഞ്ഞെടുക്കാം, നിസ്കാരത്തിൽ ഓതാം. അങ്ങനെ ഓതിയാൽ ആ ജഹന്നമെന്ന നരകത്തിന്റെ ചൂട് നിനക്ക് തണുപ്പായി അനുഭവപ്പെടുന്നതാണ് മോനെ. നിനക്കത് വളരെ ആശ്വാസമുള്ളതായി മാറും. കുനീ ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് ആ തീ തണുപ്പായി അനുഭവപ്പെട്ടതുപോലെ ജഹന്നമിനെ പറ്റി ആ ബോധം നിന്റെ മനസ്സിൽ വരുമ്പോൾ ആ ജഹന്നമിലേക്ക് കടക്കാതെ രക്ഷപ്പെടാനുള്ള വഴികൾ അള്ളാഹു നിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെയാണ് ഫുദൈൽ ഇബ്നു ഇയാദ് നന്നായതെന്ന് ചരിത്രം നോക്കിയാൽ കാണാം. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് അത്ര ലെവലൊന്നുള്ള ആളല്ല. പിന്നീട് ചരിത്രത്തിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി കേൾക്കുമ്പോൾ, നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് ഏറ്റവും നല്ല മനുഷ്യനാണ്, വലിയാണ്, സ്വാലിഹാണ്, വലിയ ഉന്നതനായി മാറിയെങ്കിലും തുടക്കത്തിൽ ആ ഫുദൈൽ ഇബ്നു ഇയാദിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ കാണാം, ആദ്യകാലത്ത് അദ്ദേഹം മുസ്ലിം ആയിരുന്നുവെങ്കിലും കാന ഖാതിഅ തരീഖിൻ, അദ്ദേഹം കൊള്ളക്കാരനായിരുന്നു. വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളെ തടഞ്ഞു വെച്ച് അവരോട് കേശൊക്കെ തട്ടിയെടുക്കും. ഒരു റോബറി സംഘത്തിലെ അംഗമായിരുന്നു. ജനങ്ങൾ പൈസയുള്ള ആളുകളെ പിടിച്ച് അവരെ പൈസ എല്ലാം വാങ്ങിവെക്കുക. എന്തെല്ലാം ജീവിതം നമ്മളൊക്കെ കഴിഞ്ഞുപോയി. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സമയത്തൊന്ന് നമ്മൾ ആലോചിക്കുക, എന്തൊക്കെ കഴിഞ്ഞുപോയി. നമ്മളേതെല്ലാം വഴിയിലൂടെ കടന്നു വന്നവരാണ്. എത്ര ആളുകളെ നമ്മൾ വേദനിപ്പിച്ചു, എത്ര ആളുകളെ നമ്മൾ വിഷമിപ്പിച്ചു, എന്തെല്ലാം ഹറാമുകൾ നമ്മൾ ചെയ്തു. അതെല്ലാം നമ്മളെ മനസ്സിലൂടെ ഒന്നും കടത്തിവിട്ടാൽ വേറെ ആരും വേണ്ട, ഒന്നും വേണ്ട. നമ്മളെ കൽബ് നന്നാവാൻ ആ ഒരു ചിന്ത മാത്രം മതി. ഫുദൈൽ ഇബ്നു ഇയാദ് ഖാതിഉ തരീഖായി ജീവിച്ചു, കള്ളനായി, കൊള്ളക്കാരനായി ജീവിച്ചു. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയം പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു സദസ്സ് കാണുകയാണ്. ഈ പ്രഭാഷണ വേദിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ആരെയാണ്? മുത്തഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും അല്ല, അവരേതായാലും വരും. നിങ്ങൾ കൊണ്ടുവരേണ്ടത് സാധാരണക്കാരിൽ സാധാരണക്കാരെയാണ്. അവരെ കൽബിലേക്ക് ഖുർആൻ ഇറങ്ങട്ടെ, അവരെ കൽബിലേക്ക് ഇസ്ലാം കടക്കട്ടെ, അവരെ ഹൃദയത്തിലേക്ക് ഹബീബായ നബിയോടുള്ള മഹബത്ത് കടന്നു വരട്ടെ. പഴയ എല്ലാ മൂല്യങ്ങളോടും സ്നേഹവും ആഭിമുഖ്യമുള്ളവരുമായി നമ്മളെ മക്കൾ വളരട്ടെ. ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും മോശക്കാരെന്ന് ചിത്രീകരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടാവാൻ പാടില്ല. ഫുദൈൽ ഇബ്നു ഇയാദ് ആ സദസ്സിലൂടെ കടന്നു വരുമ്പോൾ അന്ന് ഉസ്താദ് പാരായണം ചെയ്യുന്ന ഭാഗം സൂറത്തുൽ ഹദീദ് എന്ന അധ്യായത്തിലെ ഒരായത്താണ്. അടുത്ത വെള്ളിയാഴ്ച നബാത്തി ഖുതുബയിൽ എല്ലാ പള്ളിയിലും ഓതാൻ പോകുന്ന ആയത്ത് ഞാൻ അഡ്വാൻസായി നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുകയാണ്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ് ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. സൂറത്തുൽ ഹദീദ് ആ അധ്യായത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, അലം യഅ്നി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സമയം അടുത്തില്ലയോ, അൻ തഖ്ശഅ ഖുലൂബുഹും, അവരെ കൽബിന്റെ ഉള്ളിൽ പേടി കടക്കാൻ സമയമായില്ലയോ. ബാപ്പ വലിയ ഉസ്താദായിരുന്നു,
ബാപ്പ പണ്ഡിതനായിരുന്നു, ബാപ്പ ഹാജി സാഹിബായിരുന്നു, ബാപ്പയാണ് പള്ളിക്ക് സ്ഥലം കൊടുത്തത്, ബാപ്പന്റെ സ്ഥലത്താണ് മദ്രസ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന മനുഷ്യ, നിന്റെ കൽബിന്റെ ഉള്ളിലേക്ക് ഭക്തി എന്താണ് കയറാത്തത്? പേടി എന്താണ് വരാത്തത്? ഒരു തെറ്റായ വിഷയം ചെയ്തതിന്റെ പേരിൽ എന്താണ് നീ ഖേദിക്കാത്തത് എന്ന് ഉസ്താദ് വഅദ് പറയുമ്പോൾ പ്രസംഗിക്കുന്നത് ഞാനല്ല, ഇക്കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഉസ്താദല്ല, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു പണ്ഡിതനാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, പർദ്ദ ധരിക്കാതെ, ശരീരത്തിലെ മറക്കേണ്ട ഭാഗം മറക്കാതെ തോന്നിയാസികളായി നടന്നാൽ നമ്മൾ നന്നാകുമോ എന്ന് നിങ്ങൾ പിന്നെയും ആലോചിക്കണം. അങ്ങാടിയിൽ ഷോപ്പിങ്ങിന് വേണ്ടി പകുതി മറച്ചും പകുതി മറക്കാതെയും തെണ്ടി നടക്കുകയാണ്. ഭർത്താവ് ഗൾഫിലാണ്, ആ ഭർത്താവ് അയക്കുന്ന പണം കൊണ്ട് എന്ത് തോന്നിയാസവും ചെയ്യാമെന്നാണോ പെണ്ണെ നീ വിചാരിക്കുന്നത്? സൂറത്തുൽ ഹദീദിലെ ഈ ഒരായത്ത് നിന്റെ കൽബ് തുറപ്പിക്കണം, നിന്റെ കണ്ണ് തുറപ്പിക്കണം. അതാണ് അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പടച്ച റബ്ബിനെ പറ്റിയുള്ള പേടി എന്താണ് കൽബിൽ വരാത്തത്? ഈ ഒരൊറ്റ ആയത്തങ്ങ് കേൾക്കുമ്പോൾ ഫുദൈൽ ഇബ്നു ഇയാദിന്റെ മനസ്സ് അതാ പേടിച്ചു പോയി. അങ്ങേയറ്റത്തെ പേടിയുടെ പേരിൽ ഫുദൈൽ ഇബ്നു ഇയാദ് അതാ ആ സദസ്സ് വിട്ടുപോയപ്പോഴേക്ക് കുറെ കരഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങാൻ തീരുമാനിച്ചു. ലോകപ്രശസ്ത പണ്ഡിതനാണ്, വലിയ വലിയാണ്, സ്വാലിഹാണ്. ഈ പദവിയിലേക്ക് അയാൾ വരാനുള്ള കാരണം ഖുർആന്റെ മജ്ലിസാണ്, ഖുർആൻ പ്രഭാഷണത്തിന്റെ മജ്ലിസാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിലൊരാൾ ആത്മാർത്ഥതയോടുകൂടി പങ്കെടുത്താൽ ആ മനുഷ്യന് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ ചെറുതല്ല, വളരെ വലുതാണ്. ഞാൻ ഉദാഹരണത്തിന് 1-2 സംഭവങ്ങൾ ഇവിടെ എണ്ണിപ്പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഖുർആൻ ഒരു മനുഷ്യൻ പതിവായി ഓതിയാൽ ആ മനുഷ്യന് കിട്ടാൻ പോകുന്ന സന്തോഷം, അവന്റെ മുഖം ഓറഞ്ച് പോലെയായി മാറും, അവന്റെ സ്വഭാവം മധുരനാരങ്ങ പോലെയായി മാറും. പറയുന്നത് മസലുല്ലദീ യഖറഉൽ ഖുർആന കമസലിൽ ഉതുറുജി തഅമുഹു ത്വയ്യിബുൻ വരീഹുഹു ത്വയ്യിബുൻ സദഖ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറയുന്നു, മസലുല്ലദീ യഖറഉൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ, പതിവായി ഓതിയാൽ, മസലുഹു അവന്റെ ഉദാഹരണം കമസലിൽ ഉതുറുജ് മധുര നാരങ്ങ പോലെയാണ്, ഓറഞ്ച് പോലെയാണ് ഖുർആൻ ഓതുന്നവന്റെ ഉദാഹരണം. ഖുർആൻ ദിവസവും ഓതിയാൽ ഓറഞ്ചിന് എപ്പോഴും മാർക്കറ്റാണ്, മധുര നാരങ്ങക്ക് എന്നും മാർക്കറ്റാണ്. ഇന്നലെയും നമ്മൾ അന്വേഷിച്ചു, കിട്ടുമോ? കിട്ടൂല, കിട്ടാനില്ല. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ. കളർ ആകർഷകമാണ്, മധുരമുണ്ട്, സ്വാദുണ്ട്, അതിന്റെ ചുളകൾ ഒന്നും ചീഞ്ഞതല്ല, നാറിയതല്ല, കെട്ടതല്ല. അത്തരം ഓറഞ്ച് പോലെയാണ് ഖുർആൻ ഓതുന്നവന്റെ ഉദാഹരണം. അവന്റെ വീട് സന്തോഷത്തിലാണ്, അവന്റെ കുടുംബം സന്തോഷത്തിലാണ്, അവന്റെ കച്ചവടം റാഹത്തിലാണ്, അവരുടെ വാഹനം വാങ്ങിയിട്ടുണ്ട്, ആ വാഹനത്തിൽ ആ ടാക്സി ആയിട്ടതാണ്, ആ ടാക്സിയിൽ എപ്പോഴും ആള് വന്ന് അന്വേഷിക്കും, നിങ്ങളെ വണ്ടി ഫിറ്റാണോ? ഫിറ്റാണ്. എങ്ങോട്ടാണ്? ഒന്ന് പെരിന്തൽമണ്ണ വരെ പോകാൻ, റെഡി. അയാളെ വണ്ടിക്ക് ഓർഡർ, എപ്പോഴും ഓർഡർ. അതിന്റെ അപ്പുറത്ത് അതിനേക്കാൾ പത്രാസുള്ള വേറൊരു വണ്ടിയുണ്ട്, ആ വണ്ടിയുടെ അടുത്തൊക്കെ ആള് വന്ന് അയാൾ മടങ്ങിപ്പോവുകയാണ്. എന്താ കാരണം? ഒരാൾ ഖുർആൻ ഓതുന്നു, അവൻ ഓറഞ്ച് പോലെയായി, അതുകൊണ്ട് അവന്റെ വണ്ടിക്ക് മാർക്കറ്റ്. അവന്റെ കാർ എല്ലാവരോടും നക്കി തിന്നുക എന്ന മേനക്കല്ല നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അയാൾ എവിടെയും മാർക്കറ്റാണ്, അയാൾ എവിടെയും തള്ളിപ്പോവുകയില്ല. അതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ പവർ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പവർ അതാണ്. എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എത്രയാണ്! ആ മഹത്വം ഞാൻ ആ ചരിത്രമൊന്നും ഇവിടെ പറയുന്നില്ല. വലിയ മഹത്വമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന ആളായിരുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഖുർആനോട് അടുക്കാൻ, ആ ഖുർആനെ സ്നേഹിക്കാൻ, ആ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, ഖയ്യിമൻ, ഈ വേദഗ്രന്ഥം രക്ഷകനാണ്, നിങ്ങളെ രക്ഷിക്കും. ഖുർആൻ നിങ്ങളെ രക്ഷിക്കും, എല്ലായിടത്തും നിങ്ങളെ രക്ഷിക്കും. കഴിഞ്ഞ കുറെ കൊല്ലം മുൻപ് എന്റെ നാട്ടുകാരനായ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ മരിക്കണ്ടേ? മരിക്കും. അങ്ങനെ മരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആരാണ് ആ ഖബറിൽ എനിക്കുണ്ടാവുക? എന്റെ ഭാര്യ അവിടെയില്ല, മക്കളില്ല. ഒരു ബെല്ലടിച്ചാൽ ഓടി വരുന്ന ഭാര്യ,
ഖബറിൽ കിട്ടുകയില്ലല്ലോ, മക്കളെ നമുക്ക് അവിടെ കിട്ടുകയില്ലല്ലോ. എന്താണ് ഖബറിലെ ഹാല്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു കൊടുത്തു, അൽ ഖുർആനു ശഫീഉൻ, ഖുർആൻ ശുപാർശ ചെയ്യുന്നതാണ്, ഖുർആൻ രക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായി ഖുർആൻ ഓതിയാൽ ആ ഖബറിൽ ഖുർആൻ തന്നെ രക്ഷിക്കും. മാത്രവുമല്ല, ഖുർആൻ സമൂഹത്തെ രക്ഷിക്കുന്ന രക്ഷകരാണ്. ഈ വിഷയം എവിടെയും എത്തിയിട്ടില്ല. ഇതിന്റെ നാനാ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും സമയം എല്ലാവർക്കും കഴിയുകയാണ്. ദുന്യാവിന്റെ സമയം ഒരു ഭാഗത്ത് തീരുന്നു, പ്രഭാഷണത്തിന്റെ സമയവും ഏതാണ്ട് തീരുന്നു, എല്ലാം തീരുകയാണ്. അല്ലാഹ്, ഖുർആൻ രക്ഷകനാണ്, ഖുർആൻ ഖയ്യിമാണ്. ആ ഖുർആൻ എല്ലാവരെയും രക്ഷിക്കും. പാവപ്പെട്ടവരെ ഖുർആൻ രക്ഷിക്കും. സാധുക്കളോട് ഖുർആന് അനുകമ്പയാണ്, മിസ്കീമാരോട് അനുകമ്പയാണ്. കാലില്ലാത്തവനോടും കൈയില്ലാത്തവനോടും അംഗവൈകല്യമുള്ളവനോടും ഖുർആന് സ്നേഹമാണ്. നിങ്ങൾ നോക്കൂ, ആ കടന്നു വരുന്നത് ആരാണ്? അയാൾ നിങ്ങളറിയോ? ഇല്ല. എന്നാ ഞാൻ പേര് പറഞ്ഞു തരാം. അയാൾക്ക് കണ്ണുണ്ടോ? 2 കണ്ണുമില്ല. അയാൾ ആരാണ്? അയാളുടെ പേരെന്താണ്? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ രക്ഷിച്ചത് വേദഗ്രന്ഥമായ ഖുർആനാണ്. ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെ മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടെങ്കിലും യാത്ര പോയാൽ ആ മദീനത്തെ പള്ളിയിലെ മിഹ്റാബിൽ ആരാണ് ഇമാമത്ത് നിൽക്കുന്നത്? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമാണ്. ഉമ്മമാരെ, കണ്ണില്ലാത്ത മനുഷ്യന് സ്ഥാനം നൽകിയ വേദഗ്രന്ഥം കണ്ണില്ലാത്തവന് ഇന്ന് ലോകത്ത് അംഗീകാരമുണ്ടോ? അവനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എന്നാൽ ആ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ ഉന്നതമായ സ്ഥാനത്തേക്ക് അതാ പരിശുദ്ധ ഖുർആൻ ഉയർത്തിക്കൊണ്ടുവന്നു. അതിന്റെ ചരിത്രം ഞാനിവിടെ വിവരിക്കുന്നില്ല. അൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഒരു വലിയ സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ സദസ്സിൽ വലിയ പണക്കാരും പ്രമാണിമാരുമാണുള്ളത്. പ്രമാണിമാരെ ഇസ്ലാമിന് ആവശ്യമുണ്ട്, പണക്കാരെ ഇസ്ലാമിന് ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ പണം ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതുകൊണ്ട് വലിയ ഗുണങ്ങൾ ലഭിക്കും. ലഘുലേഖകൾ അടിച്ച് വിതരണം ചെയ്യാൻ, പ്രഭാഷണത്തിന്റെ ചെലവുകൾ വഹിക്കാൻ, പള്ളി ഉണ്ടാക്കാൻ, മദ്രസ നിർമ്മിക്കാൻ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിനൊക്കെ പണക്കാർ വേണ്ടേ? ആ പണക്കാരെ വിളിച്ച് അവരോട് നല്ല ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ റൂമിന്റെ ഒരു ഭാഗത്ത് ഒരു സ്വഹാബി വരുന്നു, കണ്ണില്ലാത്ത സ്വഹാബി വരുന്നു. ഈ സദസ്സിൽ ആരെല്ലാം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം വാതിലിനൊന്ന് മുട്ടി, ഒന്ന് സലാം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ സലാം ആ റൂമിൽ കഴിയുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടില്ല, അറിഞ്ഞില്ല. ഉടനെ തന്നെ ആ മനുഷ്യന് വളരെ ബേജാറായി. അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ സാധുക്കളായ അംഗവൈകല്യമുള്ളവരായ നമ്മൾ ഈ നബിയെ വല്ലാതെ സ്നേഹിച്ചു, നബിക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു, നബിയെ നമ്മൾ നെഞ്ചിലേറ്റി, ഖുർആനെ നമ്മൾ മഹബത്ത് വെച്ച് ഇത്രയെല്ലാം സ്നേഹിച്ച് നടക്കുന്ന നമ്മൾ ഒരു സന്ദർഭത്തിൽ ആ സദസ്സിൽ വന്ന് വാതിലിന് മുട്ടിയിട്ട് ഒന്ന് സലാം മടക്കാനോ ഒന്ന് മിണ്ടാനോ ആരുമുണ്ടായില്ലല്ലോ എന്ന ബേജാറോടുകൂടി അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം ആ സദസ്സിൽ നിന്ന് ഇറങ്ങിയതാ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഹബീബായ നബിയുടെ സമീപത്ത് വന്ന് ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾ അറിഞ്ഞോ? ഒരു വിവരം നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളെ ഏറ്റവും അടുത്ത ആ വികലാംഗനായ സഹോദരൻ നിങ്ങളെ റൂമിന്റെ അടുത്ത് വന്ന് മുട്ടിയിട്ട് അതിനൊരു മറുപടിയും കിട്ടാതെയായപ്പോ വേദന കൊണ്ട് നിരാശ കൊണ്ട് അയാൾ തിരിഞ്ഞതാ പോകുന്നുണ്ട്. ഉടനെ തന്നെ വേണ്ടത് ചെയ്തു കൊള്ളണം. ജിബ്രീൽ അതാ ആയത്തുമായി വരുന്നു, അബസ വതവല്ല അൻ ജാഅഹുൽ അമാ. ഈ ആയത്തിന്റെ അർത്ഥമറിയാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം അബസ വതവല്ല അൻ ജാഅഹുൽ അമാ. ആ വികലാംഗനായ സ്വഹാബി വന്ന സമയത്ത് വേണ്ടത്ര ശ്രദ്ധിക്കാൻ ഹബീബായ നബിയെ താങ്കൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ മറ്റൊരു വിഭാഗവുമായി ചർച്ചയിലായതുകൊണ്ട് ആ വന്ന മനുഷ്യന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ.
നബിയെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ഉടനെ തന്നെ അതാ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന്റെ അടുത്തേക്ക് അവിടുന്ന് ഓടുകയാണ്. ഓടിയിട്ട് വിളിക്കുന്നു, യാ അബ്ദുല്ലാഹ്, വരൂ വരൂ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അതാ തിരിച്ചു വരികയാണ്. കൊല്ലങ്ങൾ പലത് കഴിഞ്ഞ് ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഇന്ന് എവിടെയാണ് ഉമ്മമാരെ? സ്വർഗത്തിലാണ്. ഖാദിസിയ സമരം നടക്കുമ്പോൾ ബഗ്ദാദിലേക്ക് അതാ പുറപ്പെടുന്നു. ബഗ്ദാദിലേക്ക് പുറപ്പെടുകയും അവിടെ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹത്തോടുകൂടി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുകയാണ്, എന്റെ ജീവിതമൊക്കെ അവസാനിക്കാൻ സമയമായി, എനിക്കൊരു ഷഹാദത്ത് കിട്ടാൻ വലിയ പൂതിയുണ്ട്. ഹബീബായ നബിന്റെ മജ്‌ലിസിൽ എത്രയോ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്റെ വിഷയത്തിൽ റബ്ബ് ഖുർആന്റെ വചനം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും എന്റെ മനസ്സിൽ ദാഹം തീരുന്നില്ല. ആ ഖാദിസിയ സമരത്തിൽ പങ്കെടുക്കാൻ സഅദ് ഇബ്നു അബീ വഖാസ് അനുവാദം നൽകുകയും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഖാദിസിയയിൽ ഷഹീദാവുകയും ചെയ്യുന്നു റളിയല്ലാഹു അൻഹു. അല്ലാഹു അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് മസ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. വികലാംഗന്മാർ സമൂഹത്തിലെ ദുർബല വിഭാഗമാണ്. അവരെ ഖുർആൻ വേണ്ടതുപോലെ പരിഗണിച്ചു. ബസ്സിൽ തൽക്കാലം സീറ്റ് കൊടുത്താൽ അടങ്ങുന്നതാണോ വികലാംഗന്റെ വികാരം? അല്ല. വികലാംഗൻ എപ്പോഴെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തത് കൊണ്ട് മാത്രമായോ? പോരാ. അവന് വേണ്ടത് പരിഗണനയാണ്, അവന് വേണ്ടത് ആദരവാണ്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വരുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ശരീരത്തിലുള്ള തട്ടമെടുത്ത് ഇബ്നു ഉമ്മി മക്തൂമിന് വിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇബ്നു ഉമ്മി മക്തൂമേ, നിങ്ങൾ ഈ തട്ടത്തിൽ ഇരിക്കണം. ഇബ്നു മക്തൂം ഇങ്ങനെ ആലോചിക്കും, പടച്ചവനെ, ആരാണിത്? ആരാണ് എന്നെ ബഹുമാനിക്കുന്നത്? ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ അഷ്റഫുൽ വറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ആദരിക്കുകയാണ്. ആദരിക്കേണ്ടവരെ ആദരിച്ച് സ്ത്രീ വിഭാഗത്തിന് മോചനം നൽകി, തൊഴിലാളി വിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ച്, രോഗികളെ പരിചരിച്ച്, സമുദായത്തിലെ ഏതെല്ലാം തട്ടിൽ ആരെല്ലാം ഉണ്ടോ അവരെയൊക്കെ വേണ്ടത്ര രൂപത്തിൽ പരിഗണിച്ച് മുന്നോട്ട് നീങ്ങിയ വേദഗ്രന്ഥമായതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുകയാണ്. അല്ലാഹു പറയുന്നു, ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. നന്മ പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്നും തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഖുർആൻ വന്നു. ആ വേദഗ്രന്ഥത്തെ നെഞ്ചിലേറ്റാൻ, അത് അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു 3 സ്വലാത്ത് ചൊല്ലി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين وآل كل منهم والصحابة أجمعين. أرحم الراحمين يا രാജസയ്യിദായ പടച്ചവനെ, കുറേ ന്യൂനതകളും പോരായ്മകളുമുള്ള സാധുക്കളായ ഞങ്ങൾ പരിഹരിച്ചു തരണേ റഹ്മാനെ. ഒരുപാട് ഖൈറായ മുറാദുകൾ ഹാസിലാകാനുണ്ട്, എല്ലാം ഹാസിലാക്കി തരണേ പടച്ചവനെ. ആസ്തമ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരു സഹോദരൻ ഇന്ന് പ്രത്യേകം ഈ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾക്കറിയില്ല.